നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത്. സാധാരണ ഈ കരളിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കരൾ തന്നെ അതിനെ റിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കരളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല അസുഖങ്ങളും നമ്മൾ അറിയുന്നത് ഒരുപാട് വൈകിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അറിയാതെ പോകും. പലപ്പോഴും നമ്മൾക്ക് ഇടയിൽ കാണുന്ന ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം അല്ലെങ്കിൽ മൈൽഡ് ഹെപ്പറ്റോമെഗാലി എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയെ പലപ്പോഴും നമ്മൾ അറിയുക മറ്റൊരു സ്കാനിങ് ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കാം. കാരണം ഒരു പരിധി വരെ നമ്മളുടെ കരളിൻ്റെ അസുഖങ്ങൾ കരൾ ഒരിക്കലും നമുക്ക് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് അധികമായിട്ട് നമുക്ക് കാണിച്ചു തരില്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വേദനയോ മറ്റു സംഭവങ്ങളൊന്നും അറിയിച്ചു തരാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റ് അസുഖങ്ങളുടെ ബേസിൽ നമ്മളൊരു സ്കാനിങ് എടുക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ, അതിനെങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം, എന്തൊക്കെ ഒറ്റമൂലികൾ കഴിച്ചിട്ട് ഇതിനെ ഒരു വരുതിയിലാക്കുക, അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഭക്ഷണത്തിലൂടെ മാത്രം എപ്പോഴാണ് ഇത് കൺട്രോൾ ചെയ്ത് നമ്മളുടെ കയ്യിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിക്ക പേർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മലബാർ ഏരിയയിൽ കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടാറുള്ളത്. സാധാരണ നമുക്ക് ഇത് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ടെൻഷൻ വരിക, ഇത് വലിയൊരു ഇതിലോട്ട് പോകുമോ എന്നുള്ളത്. ആക്ച്വലി ഒരു 90% ഫാറ്റി ലിവർ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഹെപ്പറ്റോമെഗാലിയോ അല്ലെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവറോ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇത് പോയി നമ്മൾ, അതായത് ഭക്ഷണത്തിലൊന്നും കൺട്രോൾ ചെയ്യാതെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അതിനെ കൺട്രോൾ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് ഇത് നമ്മളെ നയിക്കും. ഫാറ്റി ലിവർ ആക്ച്വലി നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വസ്തുക്കളെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 500 തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ കരൾ മാത്രം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി റിപ്പയർ ആവുകയും ചെയ്യും. ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാണപ്പെടുന്നത് എന്ന് വെച്ചാൽ ഗ്യാസ്ട്രൈറ്റിസ് ബുദ്ധിമുട്ട് പോലെ എന്തെങ്കിലും ആയിരിക്കും. അതായത് ആദ്യഘട്ടത്തിലൊക്കെ ചെറുതായിട്ട് ഒരു വയറ്റിലൊരു അസ്വസ്ഥത, അതുപോലെ തന്നെ ഒരു സ്കിന്നിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ ഓക്കാനം, ഛർദി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു പരിധിവരെ കാണിക്കാം. തലവേദന അല്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലായ്മ, ഒരു ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട്, വയറ്റിൽ നിന്ന് പോവാനുള്ള പ്രയാസം,